വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കരയുകയായിരുന്നു രേണുസുതി. ബിഗ് ബോസ്, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയപ്പിക്കണം. ആ ഡോർ അങ്ങ് തുറന്നു തന്നാൽ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം. എനിക്ക് ഇവിടെ ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. ബിഗ് ബോസിൻ്റെ അടുത്ത് വന്ന് ഞാൻ മെൻ്റലി സ്ട്രോങ് ആവാമെന്നെല്ലാം പറഞ്ഞെങ്കിലും എനിക്ക് അതിന് സാധിക്കുന്നില്ല. ഞാൻ മെൻ്റലി വളരെ വീക്കാണ്. ഫിസിക്കലിയും എനിക്ക് ഒട്ടും വയ്യ എന്നാണ് രേണുസുതി പറഞ്ഞിരിക്കുന്നത്. എനിക്കെൻ്റെ മോനെ കാണണം. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടേ പറ്റൂ. എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല. 1 മാസം ഞാൻ നിന്നില്ലേ, അതും എങ്ങനെയോ ആണ് ഞാൻ ഇവിടെ നിന്നു പോയത്. ഇനി എനിക്ക് ആവില്ല. എനിക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എന്നെ പറഞ്ഞയപ്പിക്കണം. എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ മുഖം പോലും ഓർമ്മ വരുന്നില്ല. എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ്. ആ ഡോർ അങ്ങ് തുറന്നു തന്നാൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഇറങ്ങിപ്പോക്കോളാം. പ്ലീസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയായിരുന്നു രേണുസുതി. സത്യത്തിൽ രേണുവിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും രേണു മെൻ്റലിയും ഫിസിക്കലുമായി ഒരുപാട് വീക്കാണ്. ടാസ്കുകളിൽ പോലും വളരെ നന്നായി പെർഫോം ചെയ്യാൻ രേണുസുതിക്ക് ആവുന്നില്ല. മറ്റുള്ള ഹൗസ്മേറ്റ്സ് തന്നെ പറയുന്നുണ്ട് രേണുവിനെ കൊണ്ട് ഒന്നും ആവില്ല എന്ന്. ചേച്ചിക്ക് എപ്പം നോക്കുമ്പോഴും വയ്യായികയാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നത്തെ തൊപ്പിപ്പറിക്കൽ ടാസ്കിൽ പോലും എല്ലാവരും രേണുസുതിയെയായിരുന്നു ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ അക്ബർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ ടീമിൽ 3 മെമ്പറല്ല, ഞാനും ഷാനവാസും മാത്രമേ ഉള്ളൂ. രേണുവിനെ എണ്ണത്തിൽ കൂട്ടണ്ട. പുള്ളിക്കാരത്തിയെ കൊണ്ട് ഒരു കാര്യം നടക്കില്ല. എപ്പം നോക്കുമ്പോഴും അസുഖം മാത്രമാണ്. അവിടെ വേദന ഇവിടെ വേദനയാണ് പുള്ളിക്കാരിക്ക്. പ്രേക്ഷകരെ, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രേണുസുതിയെ ഒന്ന് പുറത്താക്കുമോ എന്നാണ് മറ്റുള്ള ഹൗസ്മേറ്റ്സ് പോലും പറയുന്നത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട രേണുസുതിയെ അല്ല ബിഗ് ബോസിൽ കാണുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള രേണുസുതി കുറച്ച് സ്ട്രോങ്ങും ആക്റ്റീവുമായിട്ടുള്ള ഒരാളാണ്. എന്നാൽ ബിഗ് ബോസ് ഹൗസിലുള്ള രേണുസുതി എപ്പോഴും അസുഖമാണ്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തു പോയാൽ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് ഹൗസ് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും അവിടെ നിൽക്കണമെങ്കിൽ അത്യാവശ്യം ഒരു ഫിസിക്കും മെൻ്റലി സ്ട്രെങ്ത്തും വേണം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.